എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 76 ആദ്യത്തെ ചോദ്യമാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. എന്താണ് ചോദ്യം? എ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു സേ എ 2-digit നമ്പർ. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ? അപ്പോൾ ഇദ്ദേഹത്തോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? രണ്ടക്ക സംഖ്യ പറയാനാണ് അല്ലേ. രണ്ടക്ക സംഖ്യ എവിടെ തൊട്ടാണ് തുടങ്ങുന്നത്? 10 മുതൽ. അപ്പോൾ നമുക്കറിയാം 10 മുതൽ 10, 11, 12 അല്ലേ, ഇങ്ങനെ പോകുന്നു രണ്ടക്ക സംഖ്യ. അവസാനം എടുത്തും 99 വരെ അല്ലേ. അടുത്തത് 100 എന്ന് പറഞ്ഞാൽ 3 അക്ക സംഖ്യയായി അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്പർ, രണ്ടക്ക സംഖ്യകൾ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ടക്ക സംഖ്യകൾ ഇത് എത്ര എണ്ണം വരും എന്ന് കാണണം അല്ലേ. ടോട്ടൽ നമ്പർ 10 മുതൽ 99 വരെ എത്ര സംഖ്യകൾ ഉണ്ടെന്ന് കാണണം അല്ലേ. അപ്പോൾ നമ്മൾ ടോട്ടൽ എങ്ങനെ കാണും? ടോട്ടൽ എത്ര സംഖ്യകൾ വരും? നമുക്കറിയാം 99 മൈനസ് 10 അല്ലേ. 10 ബൈ ഡി. ഡി എന്ന് പറഞ്ഞാൽ എത്ര? കോമൺ ഡിഫറൻസ് 1 ആണ് അല്ലേ. അപ്പോൾ അത് കിട്ടുന്ന കാര്യമില്ല. പ്ലസ് 1 അല്ലേ. അതായത് 99 10 പോയി കഴിഞ്ഞാൽ 89, 89 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 90. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പേഴ്സ് കിട്ടി. ഇത് എത്ര അക്കങ്ങളുണ്ട്? 90 എണ്ണം ഉണ്ട് അല്ലേ. അത് കിട്ടി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. കാരണം xn മൈനസ് x1 ബൈ ഡി പ്ലസ് 1 അല്ലേ. ഇത് എപ്പോഴും ഓർമ്മയിൽ വേണം. ഇതെന്താണ്? xn 99 മൈനസ് x1 10 ബൈ ഡി. ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ഉണ്ട്, അതുകൊണ്ട് നമ്മൾ എഴുതിയില്ല. പ്ലസ് 1 അല്ലേ. അപ്പം ഇത് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ നമുക്ക് എത്ര ടേം ഉണ്ടെന്ന് കിട്ടും. ഇനി ഇതിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ. അപ്പം ഇദ്ദേഹം ഈ നമ്പർ പറയുമ്പോൾ ഇതിൽ പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ എത്ര സാധ്യത ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ഇതിൽ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർസ് ഏതൊക്കെയാണ്? പെർഫെക്റ്റ് സ്ക്വയർസ് വെച്ചാൽ നമുക്കറിയാം 1 അല്ലേ. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25 അല്ലേ. അങ്ങനെ പോകുന്നു. അപ്പൊ ഇതിൽ നോക്കിയാൽ ഇത് രണ്ടക്ക സംഖ്യയാണ് അല്ലേ. അപ്പൊ ഇതിൽ പെടുന്നു. ഇപ്പൊ 1 ഇതിൽ പെടില്ല, രണ്ടക്ക സംഖ്യ അല്ല. 4 പെടില്ല, 9 പെടില്ല, 16 പെടുതിൽ വരും അല്ലേ. അപ്പൊ നമുക്ക് ഏതൊക്കെ വരും? 16 വരും, 25 വരും. ഇനി 6 × 6 36, 7 × 7 49, 8 × 8 64, 9 × 9 81 അല്ലെ. ഇനി 10 × 10 100. അപ്പൊ അത് 3 ഡിജിറ്റായി. അപ്പൊ ഇത്രയും സംഖ്യകളാണ് ഇതിൽ വരാം. അപ്പൊ ഇത് എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 5 6 അല്ലെ. അതായത് 6 നമ്പേഴ്സ്. അപ്പൊ ഇവിടെ എത്ര എണ്ണം കിട്ടി? ഇവിടെ 90 നമ്പേഴ്സ് അല്ലെ. ടോട്ടലി നമ്പേഴ്സ് 90, ഇവിടെ 6 അല്ലെ. അപ്പൊ നമുക്കിനി പ്രോബബിലിറ്റി കാണാലോ. പ്രോബബിലിറ്റി ഈക്വൽ ടു എന്ത് വേണം? ആദ്യം നമ്മൾ ഈ മൊത്തം അല്ലെ. മൊത്തം എത്ര ഉണ്ട്? 90. അത് അടിയിൽ എഴുതി, ഡിനോമിനേറ്റർ എഴുതി. പിന്നെ ഇവിടെ എത്ര ഉണ്ട് നമുക്ക് വേണ്ടത്? നമുക്ക് വേണ്ട സംഖ്യ 6 ആണ് അല്ലെ. അപ്പൊ 6/90. നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിച്ചെറുതാക്കാം അല്ലെ. ഇപ്പൊ നോക്കിയാൽ 6 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 90നെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഒറ്റയടിക്ക് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ 3 കൊണ്ട് ചെയ്യാൻ, അല്ലെങ്കിൽ 2 കൊണ്ട് ചെയ്ത് ചെറുതാക്കി കൊണ്ടുവരാം. മനസ്സിലായല്ലോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം വെച്ചാൽ അത് രൂപത്തിൽ ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കിയാൽ 6 ഇതിനെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1, 90 നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 15. അപ്പൊ നമുക്ക് 1/15 കിട്ടും. ഇനി ഇതിന്റെ ഡെസിമൽ ഫോം ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ 1/15 എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണും? നമ്മൾ ഒന്ന് ഹരിച്ചു നോക്കിയാൽ 1 ഹരിക്കണം 15. അപ്പൊ 1ൽ പോവില്ല, അതുകൊണ്ട് നമ്മൾ പോയിന്റ് ഇട്ടു, 0 ചേർത്തു. 10ൽ പോവോ? 10ലും പോവില്ല അല്ലേ. അപ്പൊ നമ്മൾ വീണ്ടും ഒരു 0 ഇവിടെ ചേർത്തു. അപ്പൊ നോക്കിയാൽ 100ൽ എത്ര 15 ഉണ്ട്? 100ൽ 6 15 അല്ലേ. 6 15, 6 × 15 എത്രയാണ്? 6 × 15 എന്ന് പറഞ്ഞാൽ 90. അപ്പൊ ഒന്ന് ഗുണിച്ച് നോക്കാം. കുറയ്ക്കുമ്പോൾ 10 കിട്ടി. ഓക്കെ. ഇനി നമ്മളൊരു 0 ഇറക്കിയിട്ടു. അപ്പൊ എന്താ പറ്റി? ഇനി 100ൽ എത്ര 15 ഉണ്ട്? 100ൽ 6 15 അല്ലേ. 6 വീണ്ടും 6 × 15. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 0.066 കിട്ടി അല്ലേ. ഈക്വൽ ടു 0.066. ഇതാണ് നമ്മുടെ ഉത്തരം. ഇനി ഇതിനെ നാം എന്ത് ചെയ്യണം? പേഴ്സെന്റ് അല്ലെ. പേഴ്സെന്റ് ആക്കി എഴുതണം. അപ്പൊ എന്ത് വേണം? ഇതിനെ 100 കൊണ്ട് ഗുണിക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. ഈക്വൽ ടു 0.066 × 100. അപ്പൊ 100 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടും അല്ലെ. അപ്പൊ 1 2. അപ്പൊ എത്ര വരും? 6.6%. അപ്പൊ എന്താണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം? എ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു സേ എ 3-digit നമ്പർ. അതായത് ഒരാളോട് ഒരു 3 ഡിജിറ്റ് 3 അക്ക സംഖ്യ പറയാൻ നമ്മൾ ആവശ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നാമത് എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഓൾ 3 digits ഓഫ് ദിസ് നമ്പർ ആർ ദി സെയിം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സംഖ്യ ഈ 3 അക്കങ്ങളും
ഈക്വൽ ആയത് തുല്യമായത് ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അതായത് ഒരാളോട് ഒരു 3 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു അല്ലേ? അപ്പൊ 3 അക്ക സംഖ്യ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 2 അക്ക സംഖ്യയുടെ കാര്യം പറഞ്ഞ പോലെ 3 അക്ക സംഖ്യ എവിടെ തൊട്ട് എവിടെ വരെയാണ് അവസാനിക്കുക? നമുക്കറിയാം 3 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 100 മുതലാണ് തുടങ്ങുന്നത് അല്ലേ? അപ്പൊ 100 മുതൽ 100, 101 അങ്ങനെ തുടങ്ങി എത്ര വരെ എത്തും? 999 അല്ലേ? അല്ലേ? ഇതാണ് 3 ഡിജിറ്റ് നമ്പർ. അടുത്തതാണെങ്കിൽ 1000 ആയി അല്ലേ? അപ്പൊ അത് 4 ഡിജിറ്റിലേക്ക് കടന്നു. അപ്പൊ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ആദ്യം ഇത് എത്ര സംഖ്യകൾ വരും എന്നൊന്ന് കാണാം അല്ലേ? അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര നമ്പേഴ്സ് ഒന്ന് നോക്കിയേ. ടോട്ടൽ നമ്പേഴ്സ് എത്ര എണ്ണം വരുന്നുണ്ട്? നാം നേരത്തെ കണ്ടപോലെ xn മൈനസ് x1 ബൈ d+1 അല്ലേ? അപ്പൊ xn 999 മൈനസ് x1 100 ബൈ d കോമൺ ഡിഫറൻസ് എത്രയാണ്? 1 അല്ലേ? അപ്പൊ 1 ചെയ്താലും ഇട്ടില്ലെങ്കിൽ കാര്യമില്ല. അപ്പൊ 1 ഇട്ടു. ഓക്കെ, +1 സീക്രട്ട് എന്ത് വരും? 999 100 കുറച്ച് കഴിഞ്ഞാൽ 899 അല്ലേ? അപ്പൊ 899 + 1 = 900. അപ്പൊ ഇത്ര നമ്പർ ആണ് വരുന്നത് ടോട്ടൽ നമ്പർ. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് അല്ലേ ഇനി 3 ഡിജിറ്റും സെയിം ആവാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ ഈ 3 സംഖ്യകൾ 3 അക്കങ്ങളും ഈക്വൽ ആകാന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ സംഖ്യ 111 ആവാം അല്ലേ? 111 ആകാം, അല്ലെങ്കിൽ 222 അല്ലേ? അല്ലെങ്കിൽ 333 അല്ലെ? അല്ലെങ്കിൽ 444 അല്ലെ? ഇതേപോലെ പോകുന്നു. അവസാനം എന്താവും? 999. ഇതാണ് 3 ഡിജിറ്റും ഈക്വൽ ആവുന്ന സംഖ്യ അല്ലേ? അപ്പൊ ഇതാകാനുള്ള ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നാം എന്ത് വേണം? ഇത് എത്ര സംഖ്യകൾ ഉണ്ടെന്ന് നോക്കണം അല്ലേ? അപ്പൊ എത്ര നമ്പേഴ്സ് വരും? ഇത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അല്ലേ? 9 എണ്ണം വരും അല്ലേ? 1 2 3 4 5 6 7 8 9. അല്ലെങ്കിൽ നമുക്ക് ഇതേ രൂപത്തിൽ ചെയ്യാം. ഇതിന് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും 9 നമ്പേഴ്സ് ഉണ്ടെന്ന് അല്ലേ? അപ്പൊ ഇവിടെ 9 നമ്പേഴ്സ്. ഇവിടെയാണെങ്കിലോ 900 നമ്പറുകൾ അല്ലേ? ഓക്കെ, അപ്പൊ ടോട്ടൽ കിട്ടി, നമുക്ക് ആവശ്യമുള്ളത് കിട്ടി. ഇനി എന്ത് വേണം? നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ പ്രോബബിലിറ്റി ടോട്ടൽ എത്രയാണ്? 900 അല്ലേ? അപ്പൊ അത് അടിയിൽ എഴുതി. നമുക്ക് ആവശ്യമായ എത്രയാണ്? 9. അപ്പൊ 9/900 = ഇവിടെ നോക്കിയാൽ 9/900 അല്ലേ? ഇവിടെ 9 ഉണ്ട്, അടിയിൽ 9 ഉണ്ട്. നമുക്ക് 2നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സംഭവിക്കും 9 ൽ 9 ഒരു പ്രാവശ്യം അല്ലേ? ബൈ ഈ 9 ൽ ഒരു പ്രാവശ്യം, ബാക്കി എന്തുണ്ട്? 2 0 ഉണ്ട്. മനസ്സിലായില്ലേ? 9 കൊണ്ട് 2നെയും ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 1/100 കിട്ടി. അപ്പോൾ 1/100 എന്ന് പറഞ്ഞാൽ എന്താണ്? 100 ഹരിക്കുന്നതിന് പകരം നമുക്ക് 2 സ്ഥാനം അടുത്തോട്ട് നീക്കി പോയിന്റ് ഇട്ടാൽ മതി അല്ലേ? അപ്പോൾ 0.0 നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തു, പിന്നെ 0 1 അല്ലേ? 1ന്റെ 1 2, അപ്പോൾ ഒരു 0 ചേർത്ത് കൊടുത്തു, അതിൻ്റെ ഇപ്പുറത്ത് പോയിന്റ് ഇട്ടു. അപ്പോൾ 0.01 അല്ലേ? ഇതാണ് നമ്മുടെ ഡെസിമൽ ഫോം. ഇനി ഇതിനെ പേഴ്സൻ്റ് ആക്കാൻ എന്ത് വേണം? =0.01 × 100 കൊണ്ട് ഗുണിക്കുക അല്ലേ? 100 എന്ത് വരും? 100 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 2 സ്ഥാനം വലത്തോട്ട് നീക്കി പോയിന്റ് ഇടും അല്ലേ? അപ്പോൾ 1 2, അപ്പൊ എന്ത് വരും? 1ന്റെ ഇപ്പുറത്ത് പോയിന്റ്, അതായത് 1%. അപ്പൊ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദി ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് ഓഫ് ദി നമ്പർ ഈസ് 0? അതായത് ഈ സംഖ്യയുടെ വൺസിന്റെ സ്ഥാനത്ത്, അതായത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0 ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അതായത് ഇവിടെ വൺസ് പ്ലേസ് അല്ലേ? ഒറ്റയുടെ സ്ഥാനം വൺസ് പ്ലേസ് ഈസ് 0 ആകണം അല്ലേ? അപ്പൊ ആ നമ്പേഴ്സ് ഏതൊക്കെ വരാം? ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 0 വരണം, ഒറ്റയുടെ സ്ഥാനത്ത് മാത്രം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ വരും? ഒന്ന് 100 വരും അല്ലേ? അപ്പൊ 100 വരും. പിന്നെ ഒറ്റയുടെ സ്ഥാനത്ത് ഏത് വരും? വേറെ പിന്നെ വരുന്നത് 110 ആണ് അല്ലേ? 110 കണ്ട 0 വന്നു. പിന്നെ 120 വരും അല്ലേ? 130 വരും. പിന്നെ 140 വരും. അങ്ങനെ പോയി അവസാനം എന്ത് വരും? 990 വരും അല്ലേ? അപ്പൊ ഇത്രയും സംഖ്യകളാണ് ഇതിൽ വരിക. മനസ്സിലായില്ലേ? അതായത് ഒറ്റയുടെ സ്ഥാനത്ത് 0 വരണം. അപ്പൊ നമ്മൾ 100 110 120 130 അങ്ങനെ പോയിട്ട് അവസാനം 990 വരെ വരും. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യണം, ഇതിന് എത്ര നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം അല്ലെ? എത്ര അക്കങ്ങൾ വരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ എത്ര വരും? നമ്മുടെ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. എന്താണ് നമ്മൾ മുമ്പ് ഉപയോഗിക്കാനുള്ള ഇക്വേഷൻ തന്നെ? xn മൈനസ് x1 അല്ലെ ബൈ d + 1 = 990 മൈനസ് 100. അപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളതിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ബൈ d കോമൺ ഡിഫറൻസ് എത്രയാണ്? 10 ആണ് കൂടി വരുന്നത് അല്ലെ? 10 + 1 = 990 100 കുറച്ച് കഴിഞ്ഞാൽ 890 ബൈ 10 + 1.
0 0 ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ. ബാക്കി 89 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 90. അപ്പോൾ ഈ n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മറക്കരുത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലേ, ഈ n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 90 നമ്പേഴ്സിന് കിട്ടി. അങ്ങനെയാണ് നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാമല്ലോ അല്ലേ. പ്രോബബിലിറ്റി = മൊത്തം എത്രയാണ്? 900 അല്ലേ. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് 900 എഴുതി. ഇനി മുകളിൽ നമുക്ക് ആവശ്യമുള്ള എത്ര നമ്പർ വരുന്നുണ്ട്? 90 അല്ലേ. 90 90/900 അല്ലേ. ഓക്കെ, 0 0 ക്യാൻസൽ ചെയ്തു. 9/90 അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ 9നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ഒരു പ്രാവശ്യം, 90 9 ഒരു പ്രാവശ്യം, പിന്നെ 0 അല്ലേ, 10. അപ്പോൾ നമുക്ക് 9/90നെ 1/10 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഒരു 1/10 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 കൊണ്ട് ഹരിക്കുന്ന പകരം ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടല്ലേ. എത്ര വരും? 0.1. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഉത്തരം. ഇനി ഇതിന് പേഴ്സൻ്റ് ആക്കണം അല്ലേ. അപ്പോൾ എന്ത് വേണം? = 0.1 × 100. അപ്പോൾ 100 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടാം അല്ലേ. അപ്പോൾ എത്ര വരും? 1 ഇട്ടിട്ട് ഒരു 0 കൂടെ അല്ലേ. അതായത് 10%. ഇപ്പോൾ മനസ്സിലായില്ലേ? അതായത് 2 0 ഉണ്ട് അല്ലേ. 2 0 ഉണ്ടെങ്കിൽ നമ്മൾ 2 സ്ഥാനം നീക്കി കുത്തിടണം. അപ്പോൾ 2 സ്ഥാനം നീക്കാൻ ഒരു സ്ഥാനം നീക്കി, ഇനി ഒരു സ്ഥാനം നീക്കി ഒരു 0 കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു അല്ലേ. എന്നിട്ട് ഇവിടെ പോയിന്റ് ഇട്ട്, അതായത് 10%. അപ്പോൾ അതും ഓക്കെ അല്ലേ. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. നമുക്കത് 4ാമത്തെ ചോദ്യം അല്ല, അതിലൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. ഞാൻ അറിയാതെ പെട്ടെന്ന് അത് മായ്ച്ചു പോയി അല്ലേ. അപ്പോൾ നമുക്കതിലെ മുകൾ ഭാഗത്തെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരും അല്ലേ. ഓക്കെ, ഇന്ന് നോക്കിയേ. 3ാമത്തെ എന്താണ് ചോദ്യം? അതിലെ 3ാമത്തെ സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദിസ് നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3? അതായത് ഈ സംഖ്യ 3ന്റെ ഒരു ഗുണിതമാവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയിട്ടല്ലേ ടോട്ടൽ നമ്പേഴ്സ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഞാൻ മാച്ച് കളഞ്ഞാണ് ടോട്ടൽ നമ്പേഴ്സ്. നമ്മൾ ചോദ്യം കഴിഞ്ഞ് വിചാരിച്ച് മാച്ച് കളഞ്ഞു. എത്ര നമുക്ക് മൊത്തം നമ്പർ കിട്ടിയത് ആദ്യം? അതായത് മൊത്തം 3 ഡിജിറ്റ് നമ്പർ അല്ലേ. 3 അക്ക സംഖ്യ എത്ര നമുക്ക് കിട്ടി? 900 കിട്ടിയിട്ടുണ്ട് അല്ലേ. അതവിടെ എടുക്കട്ടെ, അത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് അല്ലേ. ഇനി അതുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് ഇത്. നമ്മുടെ ഈ സംഖ്യ 3ന്റെ ഗുണിതമാവാനുള്ള സാധ്യത എന്താണ്? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മളുടെ 3 അക്ക സംഖ്യയുടെ കാര്യമാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ 3 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ 100 100 101 അല്ലേ, 102 ഇങ്ങനെ മുതൽ നമ്മൾ നേരത്തെ മാച്ച് കളഞ്ഞത്. അതുകൊണ്ടാണ് ഇത് രണ്ടാമത് എഴുതുന്നത്. 999 വരെ അല്ലേ. ഇതാണ് നമ്മുടെ സംഖ്യകൾ. അപ്പോൾ ഈ സംഖ്യകളിൽ 3ന്റെ ഗുണിതം, 3ന്റെ മൾട്ടിപ്പിൾസ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇവിടെ നമ്മൾ 3ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന സംഖ്യ, ഈ 3 അക്ക സംഖ്യകളിൽ 3ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടെന്നൊന്ന് നോക്കണം അല്ലേ. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. അപ്പോൾ ഇവിടെ നോക്കിയാൽ 100 മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 100 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം വേണ്ടേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഹരിച്ചു നോക്കാം. നോക്കിയേ, 100 ഹരിക്കണം 3 അല്ലേ. ഇതിൽ റിമൈൻഡർ വരുന്നുണ്ടോ നോക്കാം. റിമൈൻഡർ വരുന്നുണ്ടെങ്കിൽ അതെന്തല്ല, അതിൻ്റെ മൾട്ടിപ്പിൾ അല്ല. റിമൈൻഡർ ഇല്ലെങ്കിലോ അത് മൾട്ടിപ്പിൾ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 3 × 3 9 1 അല്ലേ, 0 ഇറക്കിട്ടു. ഇനി നോക്കിയാൽ 10ൽ 3 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. 3 × 3 9. ഇനി നോക്കിയാൽ ഇനി 1. അതായത് ഇവിടെ റിമൈൻഡർ വന്നു 1 അല്ലേ. റിമൈൻഡർ വരാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 100 ഈ 3ന്റെ ഒരു മൾട്ടി അല്ല, 3 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത് അല്ലേ. അപ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ അല്ല. കാരണം എന്താ? റിമൈൻഡർ വന്നു അല്ലേ. അപ്പോൾ അതായത് നമുക്ക് ആവശ്യമുള്ള നമ്പറിൽ 100 പേടില്ല. പിന്നെ ഏത് നമ്പർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതെങ്ങനെ അറിയാൻ പറ്റും നമുക്ക്? അതായത് ഇവിടെ നിന്ന് അടുത്ത 3ന്റെ മൾട്ടിപ്പിൾ ഏതാണെന്ന് നമ്മൾ നോക്കണം അല്ലേ. ആദ്യത്തെ സംഖ്യ അപ്പോൾ 100 അല്ല, നമുക്ക് ആവശ്യമായ സംഖ്യ 100 അല്ല അല്ലേ. കാരണം ഇതിന് റിമൈൻഡർ 1 വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ശ്രദ്ധിച്ച് നോക്കിയാൽ റിമൈൻഡർ 1 വന്നു അല്ലേ. അപ്പോൾ റിമൈൻഡർ 1 ഉണ്ട് ഇവിടെ. ഇനി ഇതിൻ്റെ കൂടി 2ഉം കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? നമുക്ക് 2ഉം 1ഉം 3 അല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും അത് 3ന്റെ മൾട്ടിപ്ലൈ മാറും. മനസ്സിലായല്ലോ. അതായത് ഇവിടെ 1 റിമൈൻഡർ വന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു 2ഉം കൂടി കൂട്ടാണെങ്കിൽ എന്ത് കിട്ടി? ഇത് 3 കിട്ടിയില്ലേ, 3 കിട്ടിയല്ലേ. അപ്പോൾ ഇത് എന്തായി മാറി? ഒരു മൾട്ടിപ്ലൈ മാറിയില്ലേ. അതായത് ഈ 2 ഇതിൻ്റെ കൂടെ കൂടെ കൂട്ടാം, 100ന്റെ കൂടെ കൂട്ടാം. അപ്പോൾ 102 അല്ലേ. അപ്പോൾ 102 എന്തായി മാറും? 3ന്റെ മൾട്ടിപ്ലൈ മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിമൈൻഡർ ഉണ്ടെങ്കിൽ ആ റിമൈൻഡറിന്റെ കൂടെ അല്ലേ എത്ര കൂട്ടണം? ഇതിൽ ബാക്കി 3ൽ നിന്ന് 1 കുറച്ചാൽ ബാക്കി 2 ആണ് അല്ലേ. ആ 2 കൂട്ടാം. അപ്പോൾ 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്താവും? ഇത് 3 ആയി. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് എന്തായി മാറും? 3ന്റെ മൾട്ടിപ്ലൈ മാറും അല്ലേ. അപ്പോൾ നമുക്ക് 2 ആണ് കൂട്ടേണ്ടത്. അപ്പോൾ നമ്മൾ 100ന്റെ കൂടെ 2 കൂട്ടുന്നു. അപ്പോൾ 100. അപ്പോൾ ഫസ്റ്റത്തെ
സംഖ്യ ഏതാണ് 102 അല്ലേ. അടുത്ത സംഖ്യ ഏതായിരിക്കും? ഇനി ഇതിൻ്റെ കൂടെ 3 കൂട്ടി പോന്നാൽ മതി. ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ അല്ലേ. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 105, ഇനി അടുത്ത 3 കൂട്ടിയാൽ 108, അങ്ങനെ പോയിട്ട് അവസാനത്തെ സംഖ്യ ഏതാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അവസാനത്തെ സംഖ്യ 999 ആണ് അല്ലേ. അപ്പോൾ ഇത് 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് 999 കണ്ടാൽ തന്നെ അറിയാം എന്താണ് 3ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. നോക്കിയാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 9ൽ 3 3 പ്രാവശ്യം, 9ൽ 3 3 പ്രാവശ്യം, 9ൽ 3 3 പ്രാവശ്യം അല്ലേ. 333 കിട്ടും. ഇവിടെ ഒരു റിമൈൻഡറും വരുന്നില്ല ആണല്ലോ. അപ്പോൾ 999 നമുക്ക് 3 കൊണ്ട് റിമൈൻഡർ ഇല്ലാണ്ട് ഹരിക്കാൻ പറ്റും. അതായത് 999 എന്താണ് 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അവസാന സംഖ്യക്ക് മാറ്റമൊന്നുമില്ല, അത് 999 തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ 3ന്റെ ഗുണിതങ്ങളായിട്ട് വരുന്ന സംഖ്യ, ഇതിൽ നിന്നുള്ള സംഖ്യകൾ ഇതൊക്കെയാണ് വരുന്നത്. ഇത് എത്ര സംഖ്യകളുണ്ട് കണ്ടുപിടിക്കണം അല്ലേ. അതായത് ടോട്ടൽ നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ടോട്ടൽ നമ്പേഴ്സ് എത്ര നമ്പർ വരുന്നു കണ്ടുപിടിക്കാം അല്ലേ. അതായത് നമുക്ക് ഏത് ഇക്വേഷന് xn മൈനസ് x1 അല്ലേ. അതായത് 999 മൈനസ് 102 ബൈ ഡി. കോമൺ ഡിഫറൻസ് എത്രയാണ്? 102 കഴിഞ്ഞാൽ 105 അല്ലേ. 3 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. അപ്പോൾ 3 + 1, അതായത് 999 102 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 897 അല്ലേ. അപ്പോൾ 897 ബൈ 3 + 1 ഈക്വൽ ടു 897 ബൈ 3 എത്ര പ്രാവശ്യം പോകും? പിന്നെ ഇവിടെ എത്ര വരും? 29 അല്ലേ. 29 3 27 അല്ലേ. അപ്പോൾ 9, അപ്പോൾ 27 ആണ്. ബാക്കി ഇവിടെ 2 കൂടി, അപ്പോൾ വീണ്ടും 27 തന്നെ. അപ്പോൾ എത്ര വരും? 9 3 27 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് ഹരിച്ചു നോക്കാം, സംശയമില്ല ഹരിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 299 കിട്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. +1 ഈക്വൽ ടു 300. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ട നമ്പർ എത്രയാണ്? നമുക്ക് ആവശ്യമുള്ള നമ്പർ 300. ടോട്ടൽ നമ്പർ നമ്മൾ നേരത്തെ കിട്ടിയിട്ടുണ്ട് അല്ലേ, 900, ഇത് 300. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി കാണാമല്ലോ. പ്രോബബിലിറ്റി ഈക്വൽ ടു ടോട്ടൽ എത്രയാണ്? 900. അത് അടിയിൽ എഴുതി. നമുക്ക് ആവശ്യമായത് എത്ര ഉണ്ട്? 300 എണ്ണം അല്ലേ. 300. 2 0 2 0 ക്യാൻസൽ ചെയ്തു. ബാക്കി 3/9 അല്ലേ. 3 നോക്കിയാൽ 2നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3ൽ 3 1 പ്രാവശ്യം ബൈ 9ൽ 3 എത്ര പ്രാവശ്യം ഉണ്ട്? 3 പ്രാവശ്യം. 1/3 കിട്ടി അല്ലേ. അപ്പോൾ ഇതിനെ ഡെസിമൽ ഫോമിൽ എങ്ങനെ എഴുതാം? ഒന്ന് ഹരിച്ചു നോക്കാം. 1 ഹരിക്കണം 3. 3ൽ പോകില്ല അല്ലേ. അപ്പോൾ 0 ചേർത്തു, പോയിന്റ് ഇട്ടു. ഓക്കെ. 10ൽ എത്ര 3 ഉണ്ട്? 3 പ്രാവശ്യം. 3 × 3 9. വീണ്ടും 1 0 ഇറക്കിട്ടു. 10ൽ 3 3 പ്രാവശ്യം അല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് 10 റിപ്പീറ്റ് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്തി. അപ്പോൾ എത്ര വരും നമുക്ക്? ഈക്വൽ ടു 0.33. 33 ഇനിയും 3 തന്നെ പോകും അല്ലേ. അപ്പോൾ 333 ഇങ്ങനെ പോകും. ഓക്കെ, അങ്ങനെ കിടന്നോട്ടെ. ഈക്വൽ ടു ഇനി ഇതിനെന്ത് വേണം? നാം എന്താക്കിക്കൊണ്ട് പേഴ്സൻ്റ് ആക്കണം അല്ലേ. പേഴ്സൻ്റേജ് ആക്കണമെങ്കിൽ 0.333 × 100. എത്ര വരും? 2 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇടുമ്പോൾ 33.3%. അപ്പോൾ ഇവിടെ ആകെ ഒരു വ്യത്യാസം എന്താണ്? നമ്മൾ ഇതിൽ ഫസ്റ്റ് സംഖ്യ കണ്ടുപിടിക്കാം. 3ന്റെ മൾട്ടിപ്പിൾ ആകുന്ന ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ 100 അല്ല. അപ്പോൾ 100 ചെക്ക് ചെയ്യാം. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇത് റിമൈൻഡർ വന്നതുകൊണ്ട് 100 അല്ല. അപ്പോൾ എന്ത് വേണം? അടുത്ത സംഖ്യ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം? ഈ റിമൈൻഡറിന്റെ കൂടെ അല്ലേ. ഇപ്പം ഇത് 1 ഉള്ളൂ, നമുക്കിത് 3 വേണം അല്ലെ. അതായത് ഇതിന്റെ കൂടെ 2 കൂടി കൂട്ടണം. അങ്ങനെയാണെങ്കിൽ ഇതെന്താവും? 3ന്റെ മൾട്ടിപ്പിൾ ആവും. അപ്പോൾ ഇതിന്റെ കൂടെ 2 ആഡ് ചെയ്യുന്നു. മനസ്സിലായാലും ഇത് 3 ആക്കുന്നു. അപ്പോൾ നമുക്ക് 2 ആഡ് ചെയ്യണം. അപ്പോൾ ആ 2 നമ്മൾ ഈ 100ന്റെ കൂടെ 2 ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 102 കിട്ടി. മനസ്സിലായല്ലോ. ഇനി അവസാനത്തെ കിട്ടാൻ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇത് എന്താണ്? ഇതിന്റെ മൾട്ടിപ്പിൾ തന്നെയാണ് അല്ലെ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളെ സീക്വൻസ് കിട്ടി. അപ്പോൾ ഈ ഒറ്റ കാര്യം ഇപ്പോൾ ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്താണ് നമ്മുടെ 4ാമത്തെ ചോദ്യം? 4 cards with numbers 1 2 3 4 on them are joined to make a 4-digit numbers. അതായത് 1 മുതൽ 1 2 3 4 എന്ന സംഖ്യകൾ എഴുതിയ 4 കാർഡുകൾ. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദി നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 4000? അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യകൾ ഉപയോഗിച്ച് നമ്മൾ ഈ അക്കങ്ങൾ ഉപയോഗിച്ച് പല സംഖ്യകൾ ഉണ്ടാക്കും അല്ലെ. കാർഡുകൾ ഉപയോഗിച്ചുമ്പോൾ പല സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും. അത് 4000ൽ കൂടുതലാകാനുള്ള സാധ്യത, പ്രോബബിലിറ്റി എത്രയാണ്? ചോദ്യം മനസ്സിലായില്ലേ? ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. ഇതാണ് 4 കാർഡുകൾ. 1 2 3 4 എന്ന് എഴുതിയിട്ടുള്ള 4 കാർഡുകൾ. ഇനി നമുക്ക് മറിച്ചും തിരിച്ചും എത്ര കുറേ സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുന്ന സംഖ്യകളിൽ 4000ന്റെ മേലെ ആകാനുള്ള ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദ്യം.
അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സംഖ്യ വെച്ച് നമുക്ക് പല സംഖ്യകൾ ഉണ്ടാക്കാം അല്ലേ. ഉദാഹരണം നോക്കിയാൽ ഇപ്പോൾ ഇത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1, 2, 3, 4 ഇതേ രൂപത്തിൽ അറേഞ്ച് ചെയ്ത് 1234 അല്ലേ. ഇതിനെ ഞാൻ ഒന്ന് മാറ്റിക്കഴിഞ്ഞാലോ 1243 എന്ന് എഴുതാം അല്ലേ. ഞാൻ ഇനി മറ്റേനൊന്ന് മാറ്റിക്കഴിഞ്ഞാലോ ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ 1324 എന്ന് എഴുതാം അല്ലേ. ഇനി 1300 ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ 42 എന്ന് എഴുതാം. ഓക്കെ. ഇനി 1000 ഈ 4 ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പോൾ 1423 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1432 എന്ന് എഴുതാം അല്ലേ. അപ്പൊ ഇവിടെ നോക്കിയാൽ ഒന്നിനെ മാത്രം നമ്മൾ ഫസ്റ്റിൽ എഴുതിയിട്ട് പിന്നെ ഇതിനെ മാത്രം മാറ്റിയപ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം എഴുതാൻ പറ്റി? 6 സംഖ്യകൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി അല്ലേ. ഇനി നമുക്ക് ഒന്നിന് പകരം 2 ഇങ്ങോട്ട് കൊണ്ടുവരാം. 2 ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വൺസിന്റെ ഈ സ്ഥാനത്ത് ആദ്യത്തെ സ്ഥാനത്ത് 2 ആക്കിയിട്ട് നമുക്ക് ഇതേപോലെ എത്ര എഴുതാൻ പറ്റും? 6 എഴുതാം അല്ലേ. അതിനുശേഷം 3 ഇങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ ഇതേപോലെ എഴുതുമ്പോൾ എത്ര എണ്ണം വന്നു? അപ്പോഴും 6 കിട്ടി. ഇനി 4 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എത്ര എണ്ണം കിട്ടും? 6 കിട്ടി അല്ലേ. അങ്ങനെ നമുക്ക് ഓരോ സംഖ്യകൾ നമുക്ക് ആദ്യം എഴുതിയിട്ട് മറ്റു സംഖ്യകൾ ഇങ്ങനെ തിരിച്ചു മറിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം കിട്ടും? 6, 6, 6, 6 അല്ലേ. അതായത് 6 × 4 6, 4, 24. നമുക്ക് ഇവിടെ 24 അറേഞ്ച്മെന്റുകൾ നടത്താൻ പറ്റും. മനസ്സിലായല്ലോ. ഈ സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 24 സംഖ്യകൾ നമുക്ക് എഴുതാൻ പറ്റും. അതായത് നമുക്ക് എന്ത് എഴുതാം? ഓൾ പോസിബിൾ അറേഞ്ച്മെന്റ്സ്. എത്ര എണ്ണം പറ്റും? 6 × 4 അല്ലേ. 6 × 4 = 24. അപ്പൊ ഈ സംഖ്യകൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ 4 സംഖ്യകൾ വെച്ചുകൊണ്ട് 24 രീതിയിൽ ഈ സംഖ്യകൾ ഇങ്ങനെ മാറ്റി മറിച്ച് എഴുതാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് ആകെ കൺഫ്യൂഷൻ ആവേണ്ട. അതിനൊരു എളുപ്പപ്പണി ഉണ്ട്. എന്ത് ചെയ്യുന്നറിയാം? ഇത് എത്ര കാർഡുണ്ട്? 1, 2, 3, 4 കാർഡ്. ഈ കാർഡുമ്പോൾ എഴുതിയിട്ടുള്ള നമ്പർ അല്ല ഞാൻ പറഞ്ഞത്. നമ്പർ അല്ല, 4 കാർഡുകളുണ്ട് അല്ലേ. ഇവിടെ ഇപ്പോൾ പശു, പോത്ത്, എരുമ, ആട് അങ്ങനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൂക്കള പേരായിക്കോട്ടെ, അവിടെ 4 കാർഡ് ഉണ്ട് അല്ലേ. അതായത് 1, 2, 3, 4 കാർഡ് ഉണ്ട്. നാം എന്ത് ചെയ്താൽ മതി? 1 × 2 × 3 × 4 എത്ര കിട്ടി നമുക്ക്? 1 × 2 2, 2 × 3 6, 6 × 4 24. ഇതാണ് ഇത് കണ്ടുപിടിക്കാൻ എളുപ്പപ്പണി. അപ്പം ഈ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അല്ലാണ്ട് ഇത് എഴുതിങ്ങായിട്ട് കൺഫ്യൂഷൻ ആവണ്ട. അപ്പം ഇവ തമ്മിലൊന്ന് ഗുണിച്ചു നോക്കാം. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് 24 അറേഞ്ച്മെന്റ് മൊത്തം കിട്ടും. ഇനി എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് ദി നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 4000? ഇങ്ങനെ എഴുതുമ്പോൾ ആ സംഖ്യ 4000ന്റെ മേലെയാവാനുള്ള പ്രോബബിലിറ്റി. ഇപ്പൊ നോക്കിയാൽ ഇപ്പൊ 1000 അല്ലേ, 4000ന് കുറവാണ് അല്ലെ. ഇനി 2 വെച്ച് എഴുതിയാലും എന്താവും? 2000 അല്ലെ, അപ്പോഴും 4000ന് കുറവാണ്. 3 വെച്ച് എഴുതിയാലും 4000ന് കുറവാണ് അല്ലെ. പിന്നെ 4 വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, എന്നാലേ 4000ന് മുകളിലാവുള്ളൂ അല്ലെ. അപ്പൊ നമ്മോട് ചോദിച്ചിട്ടുള്ളത് സംഖ്യ 4000ൽ കൂടുതലാവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ 4000ൽ കൂടുതലാവണമെങ്കിൽ ഇവിടെ 1 നമ്മൾ ആദ്യത്തെ സംഖ്യ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ 4000ൽ കൂടുതലാവോ? ആവില്ല അല്ലെ. ഇനി 2 വെച്ച് നമുക്ക് 6 എണ്ണം എഴുതാം അല്ലെ. അപ്പോഴും 4000ന് മേലാവോ സംഖ്യ? ഇല്ല, 2000 തുടങ്ങും അല്ലെ. എല്ലാ സംഖ്യയും 2000 തന്നെ ആവും. ഇനി 3 വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എത്ര എന്താവും? 3 വെച്ച് നമുക്ക് 6 എണ്ണം എഴുതാം. അതും എന്താവില്ല? 4000ന് മേലാവില്ല അല്ലെ. ഇനി 4 വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഇത് 4000ന്റെ മേലെയാവുള്ളൂ. ശരിയല്ലേ? അപ്പൊ 4 വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? നമുക്കറിയാം 1 വെച്ചിട്ട് നമ്മൾ 6 എണ്ണം ഉണ്ടാക്കി. ഇനി 2 നമ്മൾ 6 എണ്ണം ഉണ്ടാക്കാം. 3 എണ്ണം വെച്ച് നമുക്ക് 6 എണ്ണം ഉണ്ടാക്കാം. 4 എണ്ണം വെച്ച് നമുക്ക് 6 എണ്ണം ഉണ്ടാക്കാം അല്ലെ. അപ്പൊ 4 വെച്ചിട്ട് നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? 6 എണ്ണേ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അതായത് നമുക്ക് ഗ്രേറ്റർ ദാൻ 4000 അപ്പൊ 4000ന് മേലുള്ള എത്ര സംഖ്യകൾ ഉണ്ടായിരിക്കും? 6 നമ്പേഴ്സ്, 6 നമ്പേഴ്സ്. അങ്ങനെയാണ് നമുക്ക് പ്രോബബിലിറ്റി അല്ലെ. ആകെ നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കാം? ആകെ ഈ കാർഡ് ഉപയോഗിച്ച് 24 എണ്ണം ഉണ്ടാക്കാം അല്ലെ. 24 നമ്പറുകൾ ഉണ്ടാക്കാം. അപ്പൊ 24 അടിയിൽ എഴുതി. ഇനി നമുക്ക് 4000ന് മേലെ 6 മുകളിൽ എഴുതി. 6/24. ഇനി നമുക്ക് 2നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1, 24നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6, 4, 24 അല്ലേ. അപ്പൊ 4. അപ്പൊ 1/4 കിട്ടി. 1/4 കിട്ടിയ എത്രയാണ്? 0.25 അല്ലേ. അപ്പൊ സംശയമുള്ളവരും ചെയ്ത് നോക്കാം. 1 ഹരിക്കണം 4 നോക്കിയാൽ പോവില്ല അല്ലെ. ഒരു 0 ചേർത്തു, 0.2. ഇനി 10ൽ 4 എത്ര ഉണ്ട്? 2 പ്രാവശ്യം അല്ലെ. 2 × 4 8. ബാക്കി 2, 0 ഇട്ടു, 20. ഇനി 24 എത്ര ഉണ്ട്? 5, 4 അല്ലെ. 5 × 4 20.
അപ്പോൾ നമുക്ക് എത്ര കിട്ടി 0.25 സീക്വൽ ടു 0.25 സീക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം 0.25നെ പേഴ്സൻ്റ് ആക്കുമ്പോൾ 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്ത് വരും? ഈ പോയിന്റ് ഇങ്ങോട്ട് മാറി അല്ലേ 25%. ഇനി അതിൽ തന്നെ ഒരു ചോദ്യം ഉണ്ടല്ലോ, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദി നമ്പർ ഈസ് ലെസ് ദാൻ 4000? അതായത് ഈ സംഖ്യ നമ്മൾ ഉണ്ടാക്കുന്ന സംഖ്യ 4000-ൽ കുറവാവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇത് കൂടുതൽ, ഇനി കുറവ് അല്ലേ? അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇപ്പൊ ചോദിച്ചിട്ടുള്ള എന്താണ്? 4000-ൽ കുറവാവാൻ ചാൻസ് അല്ലേ? അപ്പൊ നമുക്കറിയാം 1 ആദ്യം നമുക്ക് ഈ 6 തരത്തിൽ എഴുതാം അല്ലേ? ഇനി 2 ആണെങ്കിലോ 2 ഉപയോഗിച്ച് നമുക്ക് 2 ആദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ 6 തരത്തിൽ എഴുതാം അല്ലേ? 2 തുടക്കം വെച്ചിട്ട് 2 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ 2, 1, 3, 4 2134 അല്ലെ? ഇനി 2143 ഇങ്ങനെ 2 തുടങ്ങിയിട്ട് നമുക്ക് എത്ര എഴുതാം? ഇങ്ങനെ നമുക്ക് 6 നമ്പറുകൾ എഴുതാം അല്ലെ? ഇനി 3 സ്റ്റാർട്ട് ചെയ്തിട്ട് 3, 1, 2, 4 ഇനി 3, 1, 4, 2 അല്ലെ? ഇതേപോലെ 3 വെച്ചിട്ട് എത്ര എണ്ണം എഴുതാം? 6 എണ്ണം എഴുതാം അല്ലെ? ഇനി 4 വെച്ചിട്ടോ ഇപ്പൊ 4, 3, 2, 1 4, 3, 1, 2 അല്ലെ? ഇങ്ങനെ നമുക്ക് 4 തുടങ്ങിയിട്ട് എത്ര എണ്ണം എഴുതാം? 6 നമ്പറുകൾ എഴുതാം അല്ലെ? അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ 24 എണ്ണം എഴുതാന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് 4000-ൽ കുറവ് സംഖ്യ 4000-ൽ കുറവാവാൻ ചാൻസ് ആണ് അല്ലെ? അപ്പൊ നോക്കിയാൽ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ ഇത് മുഴുവൻ 4000-ൽ കുറവാണ് അല്ലെ? 1000 മുതലാണ് തുടങ്ങുന്നത്. അപ്പൊ അത് 4000-ൽ കുറവ്. ഇത് വെച്ചാണെങ്കിലോ ഇതും 4000-ൽ കുറവ്. ഇതാണെങ്കിലോ ഇതും 4000-ൽ കുറവ് അല്ലെ? ആകെ ഇത് മാത്രമാണ് 4000-ൽ കൂടുതൽ വരുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു മൊത്തം 24 എണ്ണം ഉണ്ടാക്കാൻ പറ്റി. അതില് ഈ 3 അതായത് 1, 2, 3 ആദ്യം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ കിട്ടുന്നത് മുഴുവൻ 4000-ൽ കുറവുള്ള സംഖ്യകളാണ് അല്ലെ? ബാക്കി ഇത് മാത്രമാണ് 4000-ൽ കൂടുതലുള്ളത്. അപ്പൊ ഇങ്ങനെ നമുക്ക് എത്ര എണ്ണം കിട്ടും? ഇത് മൊത്തം എത്ര എണ്ണം കിട്ടും? 6ഉം 6ഉം 12ഉം 6ഉം 18 എണ്ണം അല്ലെ? 18 നമ്പേഴ്സ് നമുക്ക് 4000-ൽ കുറവായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ലെസ് ദാൻ 4000 എത്ര എണ്ണം വരും? അതായത് ഇവിടെ 6 അങ്ങനെ 3 എണ്ണം അല്ലെ? 6 × 3 അല്ലെങ്കിൽ 6 + 6 + 6 അങ്ങനെ വേണമെങ്കിൽ എഴുതാം. സീക്വൽ ടു 6, 3, 18. അപ്പൊ 18 നമ്പറുകൾ നമുക്ക് കിട്ടും 4000-ന് കുറവായിട്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി എഴുതിക്കൂടെ? സീക്വൽ ടു മൊത്തം ആകെ നമുക്ക് 24 തരത്തിൽ എഴുതാൻ പറ്റും. അതിൽ 18 എണ്ണം എന്ത് വരും? 18 എണ്ണം 4000-ന് കുറവായിരിക്കും. നമുക്ക് 18/24 അല്ലേ? അപ്പൊ 2ലും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഇതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. ഇപ്പൊ 2 കൊണ്ട് പറ്റും അല്ലെ? അതിനേക്കാൾ വലിയ സംഖ്യ പറ്റുകയാണെങ്കിൽ അത് ആ വലിയ സംഖ്യ കൊണ്ട് എടുക്കാം നമുക്ക്. അപ്പൊ നമുക്കിവിടെ 2 കൊണ്ട് പറ്റും അല്ലെ? അപ്പൊ 2 കൊണ്ട് പറ്റും. അങ്ങനെ ചെറുതാക്കി അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ ഇപ്പോ 6 അല്ലെ? അപ്പൊ നോക്കിയാൽ 6 കൊണ്ട് നമുക്ക് 2നെ ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 6, 3, 18 അല്ലെ? അപ്പൊ 6 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 3/6, 3, 18. അപ്പൊ 24-നെ 6 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ എത്ര വരും? 6, 4, 24 അല്ലെ? അപ്പൊ 4. അപ്പൊ 3/4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 3 × 4 പോവില്ല അല്ലെ? 0 ചേർത്തു 0.2. 30-ല് എത്ര പോവും? 7, 4, 28 അല്ലെ? അപ്പൊ 7, 4, 28. 2 0 ചേർത്തു. ഇനി 20-ല് എത്ര 4 ഉണ്ട്? 4, 20. 5 × 4, 20. ഓക്കെ. അപ്പൊ 0.75 0.75 ഇത് ഡെസിമൽ അല്ലെ? ഇനി നമുക്ക് എന്ത് വേണം? ഇതിനെ 0.75-നെ എന്താക്കണം? പേഴ്സൻ്റ് ആക്കണം അല്ലെ? അപ്പൊ 100 കൊണ്ട് ഗുണിച്ചു. സീക്വൽ ടു ഈ പോയിന്റ് ഇങ്ങോട്ട് വന്നു 75%. അപ്പൊ ഈ നമ്പർ ലെസ് ദാൻ 4000 ആവാനുള്ള ചാൻസ് എത്രയാണ്? അല്ലെങ്കിൽ പ്രോബബിലിറ്റി എത്രയാണ്? 75%. മനസ്സിലായല്ലോ? അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.